പരലോകത്ത് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഹറാമാക്കിയ പലതും അവിടെ ഹലാലായി പറയാൻ. ഇവിടെ ഹറാമാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഹറാമാണ്, അത് സ്വർഗത്തിലെത്തുമ്പോൾ അത് ഹലാലാകുന്നു. ഇതെന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് ഇവർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ മദ്യം ഹറാമാണ്, എന്നാൽ സ്വർഗത്തിൽ മദ്യത്തിൻ്റെ പുഴ തന്നെ ഉണ്ട്. എന്താണ് ഇതിന് നൽകാവുന്ന മറുപടി? സാധാരണയായ ആളുകൾക്കിടയിൽ ഒരു സംശയം ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കപ്പെട്ടത്. അത് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്. ഈ ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ പിന്നെ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു സ്വർഗത്തിൽ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ദുനിയാവ് തന്നെ കൊടുത്തൂടെ? എന്തിനാണ് സ്വർഗത്തിലേക്ക് നീട്ടിവെക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഹറാമാക്കിയ ഒരു കാര്യവും അല്ലാഹു സ്വർഗത്തിൽ മനുഷ്യന്മാർക്ക് കൊടുക്കുന്നില്ല. അതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിവിടെ ദുനിയാവിലുണ്ട് പരലോകത്തിലുണ്ട് എന്ന് പറയുന്നതെല്ലാം കേവലം പേരുകളിൽ മാത്രമേ സാദൃശ്യം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ലൈസ ഫിൽ ജന്നത്തി ഷൈഉൻ മിമ്മാ ഫിദ് ദുനിയ ഇല്ലൽ അസ്മാ. സ്വർഗത്തിലുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ദുനിയാവിൽ ആ കാര്യം ഉണ്ടാകാം, അതിൽ കേവലം പേരുകളിൽ മാത്രമേ സാദൃശ്യം ഉണ്ടാവുകയുള്ളൂ. പേരുകളിൽ മാത്രമേ സാദൃശ്യം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ കള്ളുണ്ട് എന്ന് പറഞ്ഞു, അവിടെ കള്ളുണ്ട്, അത് പേരിൽ മാത്രമേ സാദൃശ്യം ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ഹംറല്ല പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഹംറ് എന്ന് പറയുന്നു. മാത്രവുമല്ല, ഈ ദുനിയാവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവ് ഒരു പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ഇവിടെയാണ് നിയമങ്ങൾ ഉണ്ടാവുന്നത്. സ്വർഗത്തിൽ നിയമങ്ങളില്ല. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങളെ വെച്ചിട്ടുള്ളത്, അത് ചെയ്യുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ, അതിൽ മാറി നിൽക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, ആ പരീക്ഷണത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട് ഇസ്ലാമിൽ. വെറുതെ പരീക്ഷണം വെച്ചതല്ല. ഒരു മനുഷ്യൻ്റെ ദീനിനെയോ അതല്ലെങ്കിൽ അവൻ്റെ നഫ്സിനെയോ അവൻ്റെ ബുദ്ധിയെയോ അവൻ്റെ നസ്ലിനെയോ സമ്പത്തിനെയോ അതിൽ അവൻ്റെ കുടുംബത്തെയോ അവൻ്റെ ബുദ്ധിയെയോ ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിക്കൊണ്ട് അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട മതം, അതുപോലെ തന്നെ അവൻ്റെ ശരീരം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ കുടുംബം, അവൻ്റെ ധനം, ഈ 5 കാര്യങ്ങൾ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ ഹറാമാക്കിയിട്ടുള്ളൂ. ഈ 5 കാര്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഇസ്ലാം ഹലാലാണ്. ഇപ്പം ഇസ്ലാമിലൊരു കാര്യം ഇവിടെ ദുനിയാവിൽ ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ നേരിട്ട് ബാധിക്കുന്നതായിരിക്കും ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും, ഖുൽ ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ. എൻ്റെ റബ്ബ് ഇവിടെ നിഷിദ്ധമാക്കിയത് തിന്മകളെയാണ്, തോന്നിവാസങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ആസ്വദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലത്തി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതു മിനർ റിസ്ഖ്. ഭക്ഷണത്തിൽ നിന്ന് ഏറ്റവും മുന്തിയതിനെയും അതുപോലെ തന്നെ ദുനിയാവിലുള്ള ആസ്വാദനങ്ങളെയും സീനത്തുകളെയും ആരാണ് ഇവിടെ ഹറാമാക്കിയത് എന്നുള്ളത് ചോദിക്കാൻ. അപ്പോൾ അള്ളാഹു ഹറാമാക്കിയത് കൃത്യമായ ലക്ഷ്യമുണ്ട്. അപ്പം മദ്യം തന്നെ എടുക്കാം, അതാണല്ലോ വിഷയം. ദുനിയാവിൽ മദ്യം ഹറാമാണ്, സ്വർഗത്തിൽ മദ്യം ഹലാലാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിലെ മദ്യം എന്ന് പറഞ്ഞാൽ അതല്ല സ്വർഗത്തിലെ മദ്യം. ദുനിയാവിലെ മദ്യത്തെക്കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. കള്ളും ചൂതാട്ടവും അതിൽ വലിയ തിന്മകളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരുപാട് പാപങ്ങളുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ മദ്യത്തെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ, സ്വർഗത്തിലെ മദ്യത്തെക്കുറിച്ചും സ്വർഗത്തിലെ പാനീയങ്ങളെക്കുറിച്ചും അല്ലാഹു പറഞ്ഞെന്താ? ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസഫൂൻ. അത് കുടിച്ചാൽ അവർക്ക് മത്ത് ബാധിക്കൂല, അവർക്ക് തലവേദന ഉണ്ടാകില്ല, പ്രയാസങ്ങളുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ മദ്യത്തിൻ്റെ പേര് മാത്രമേ പരലോകത്തുള്ളൂ. അത് വേറെയാണ്, അത് സംഗതി തന്നെ വേറെ. ദുനിയാവിലുള്ളൊരു മദ്യത്തിൻ്റെ ഒരു പ്രശ്നമോ പ്രയാസമോ ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിനോ അവൻ്റെ ബുദ്ധിക്കോ ഒന്നിനും ഒരു കേടും സംഭവിക്കാത്ത ഒരു രുചികരമായ പാനീയമായിരിക്കും സ്വർഗത്തിലെ മദ്യം. ആ മദ്യം എന്ന പേര് മാത്രമേ അവിടെ സാദൃശ്യമുണ്ടാവുകയുള്ളൂ. ഇനി മറ്റൊരു സംശയം എന്താ വെച്ചാൽ, ഇപ്പോൾ ദുനിയാവിൽ പിന്നെ വ്യഭിചാരം ഹറാമാണല്ലോ, അവിടെ കുറേ ഹൂറിയങ്ങളുണ്ടാകും. ആ ഹൂറിയങ്ങളെ ഇഷ്ടമുള്ള രൂപത്തിൽ ആളുകൾക്ക് വേൾക്കാൻ കഴിയും, അവരുപയോഗിക്കാൻ കഴിയും. അപ്പോൾ ദുനിയാവിൽ വ്യഭിചാരം ഹറാമാണ്, എന്നാൽ പരലോകത്തെ വ്യഭിചാരം എത്രയും പെണ്ണുങ്ങളെ വേണമെങ്കിൽ ഭോഗിക്കാം, ഹൂറിയങ്ങളുണ്ടല്ലോ
ഇത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ധാരണയാണ്. സ്വർഗത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണയാക്കി കൊടുക്കുകയാണ് ഹൂർലീങ്ങളെ. ആ ഹൂർലീങ്ങൾ അള്ളാഹു ഇണയാക്കി കൊടുക്കുമ്പോഴാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ കാണാൻ കഴിയും, കദാലിക വസവ്വജ്നാഹും ബിഹൂറിൻ ഐൻ. ഹൂർലീങ്ങളെ നാം അവർക്ക് ഇണയാക്കി കൊടുക്കുകയാണ്. ദുനിയാവിലൊരു സ്ത്രീയെ എപ്രകാരമാണോ നാം ഇണയാക്കി സ്വീകരിക്കുന്നത്, അതേപോലെ തന്നെയാണ് പരലോകത്തും ഹൂർലീങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു നമുക്ക് ഇണയാക്കി തരുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ കാണുന്ന പെണ്ണുങ്ങളെ മുഴുവനും ഭോഗിക്കുക എന്ന രീതിയല്ല സ്വർഗത്തിലുള്ളത്, ദുനിയാവിലും അങ്ങനെ തന്നെയാണ്. ഇനി മാത്രമല്ല, അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ സ്വർഗം, ഞാൻ പറഞ്ഞു, ദുനിയാവ് എന്ന് പറയുന്നത് പരീക്ഷണത്തിൻ്റെ ഗേഹമാണ്. ആ പരീക്ഷണാർത്ഥം ചില സംഗതികൾ അള്ളാഹു നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ഹറാമാണ്, പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചും സ്ത്രീകളെ സംബന്ധിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോൾ അവർക്ക് പട്ടുവസ്ത്രമുണ്ട്, സ്വർണത്തിൻ്റെ ആഭരണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ ഹറാമാക്കപ്പെട്ടൊരു കാര്യമാണെങ്കിൽ ദുനിയാവിൽ ഹറാമാക്കി? അതാണ് പരീക്ഷണം. അതിൻ്റെ ഹിക്മത്തുകൾ പൂർണ്ണമായി നമുക്കറിയില്ല. പക്ഷേ അള്ളാഹു പുരുഷന്മാർക്കൊരു പരീക്ഷണമായി പറഞ്ഞു, നിങ്ങൾ ഉപയോഗിക്കരുത്. ദുനിയാവിൽ ആരെങ്കിലും ഉപയോഗിച്ചാൽ മൻ ലബിസൽ ഹരീറ ഫിദ് ദുനിയ ലം യൽബസുഹു ഫിൽ ആഖിറ, പരലോകത്ത് അവൻ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വർഗം കിട്ടാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ അവൻ ത്യജിക്കുന്നുണ്ടോ എന്നൊരു പരീക്ഷണത്തും കൂടിയാണ് ഈ ദുനിയാവിലുള്ള കാര്യം. അതല്ലാതെ അടിസ്ഥാനപരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഹറാമാക്കിയിട്ടുള്ള ഒരു കാര്യവും അള്ളാഹു അവിടെ ഹറാമാക്കുന്നില്ല. ഇനി നോക്കൂ, ദുനിയാവിൽ ഇവിടെ നമുക്ക് സ്വർഗരീതി ഹറാമാണ്, സ്വർഗത്തിൽ അത് അനുവദനീയമാകുന്നില്ല. ദുനിയാവിൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ തന്നെയും അവിടെയും അവർക്ക് അനുവദനീയമാണ്. ഒരു മനുഷ്യന് ഉപദ്രവമുള്ളതാണെങ്കിൽ, അവൻ്റെ ശാരീരികവും അവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉപദ്രവമുള്ളതാണെങ്കിൽ. ഇനി പരീക്ഷണാർത്ഥമാണെങ്കിൽ ചില കാര്യങ്ങൾ അത് പരീക്ഷണമായിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് വിഷയത്തിൽ പറയാനുള്ളത്. പലപ്പോഴും ഈ വിഷയം ചില ആളുകൾക്കൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്, എന്തൊക്കെയോ മോശം കാര്യങ്ങൾ സ്വർഗത്തിൽ നടക്കുന്നല്ലോ. ഇപ്പോൾ മദ്യപാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇണകൾ എന്നൊക്കെ പറയുമ്പോൾ എന്തോ മോശം കാര്യങ്ങൾ സ്വർഗത്തിൽ നടക്കുന്നല്ലോ എന്നാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പരിഹാസങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രോളുകളോ അതിനപ്പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ പോസ് ചെയ്യുക, എന്നിട്ട് സ്വയം ആലോചിച്ച് നോക്കുക, എന്താ സംഭവം, എന്തുകൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ മോശമായി. ഇപ്പം മതത്തിൻ്റെ നിയമങ്ങളും ഹറാമും ഹലാലൊക്കെ മാറ്റി വെക്കുക, അല്ലാതെ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് നമുക്ക് ചിലത് മോശമായിട്ട് തോന്നുന്നത്. ഇപ്പം ഈ മതമില്ലാതെ ശരിതെറ്റുകൾ വിശദീകരിക്കാൻ ശ്രമിക്കും പോലും പല ആൾക്കാരും പറയാം, നമ്മളൊരു കാര്യം ചെയ്ത് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് തെറ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് വെച്ച് മാത്രം ആലോചിച്ച് നോക്കുക, മതത്തിൻ്റെ നിയമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. സ്വർഗത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ബാഡ് കോൺസിക്വൻസ് ഉണ്ടോ? അവിടെ എന്തെങ്കിലും മോശം കാര്യം നടക്കുമോ? ഇല്ല. ഇപ്പം മദ്യപാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇടങ്ങേറ്. എന്താ മദ്യപാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കള്ളു കുടിച്ച് പിന്നെ എല്ലാ ബോധവും നഷ്ടപ്പെട്ട് പിന്നെ ഭാര്യയെ പ്രയാസപ്പെടുത്തുന്ന ഒരാളെ മുഖാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അതൊരു പ്രശ്നമാണ്, അതുകൊണ്ടാണത് തെറ്റ്. എന്നാൽ ആ കുഴപ്പങ്ങളൊന്നും സ്വർഗത്തിലില്ല. അതാണ് ആ പേര് കൊണ്ട് മാത്രമാണ് സാമ്യം എന്ന് പറഞ്ഞത്. ആ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു പ്രവൃത്തി, അതായത് ഒരു പ്രവൃത്തിയുണ്ട്, ആ പ്രവൃത്തി കൊണ്ട് കോൺസിക്വൻസസ് ഒന്നുമില്ല എന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ എന്താണ് ഇവർ ഈ പറയുന്ന വിമർശനങ്ങളുടെ അടിസ്ഥാനം എന്നാലോചിച്ച് നോക്കാം. അതുപോലെ തന്നെയാണ് ഇണകൾ. സ്വർഗത്തിൽ ഇണകളുണ്ട്, സോ വാട്ട്? എന്താണ് പ്രശ്നം? ഈ ആളുകൾ എന്താ പറയുന്നത്? ഇണകളില്ലാത്ത സ്വർഗമാണെന്നാണോ? ഇണകളില്ലാത്ത സ്വർഗമാണെന്നാണോ? അല്ലെങ്കിൽ അവരുടെ ബ്രഹ്മചര്യമാണെന്നാണോ? എന്താ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് വിമർശിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇവർ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ആസ്വാദനങ്ങളുടെ ലോകം. ആസ്വാദനങ്ങളുടെ ലോകമാകുമ്പം മനുഷ്യന് ആസ്വാദനമായിട്ടുള്ള എല്ലാം അവിടെ ഉണ്ടാവും. എന്നാൽ ആ ലോകത്താകട്ടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും പാടില്ല. പ്രശ്നമുണ്ടോ? ഇല്ല. ആസ്വാദനങ്ങൾ വേണ്ടേ? വേണം. അപ്പോൾ ഇണകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹാലളകുന്ന ആൾക്കാർക്ക് ബ്രഹ്മചര്യമാണെന്നാണോ? സ്വർഗത്തിൽ ബ്രഹ്മചര്യം അതാണോ? ഒന്നുമില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇവരുടെ രൂപത്തിലാണ് കാര്യങ്ങൾ എടുക്കുക, ഇവരുടേതായ നിലവാരത്തിലാണ് എല്ലാം എടുക്കുക. ഈ ഇണകൾ എന്ന് പറയുമ്പം ഈ നിരീശ്വരവാദികൾക്കോ അല്ലെങ്കിൽ മതമില്ലാത്ത ആൾക്കാർക്കോ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് തന്നെ ഒരു കുത്തഴിഞ്ഞ ലൈംഗികതയാണ് അവർക്ക് മുന്നോട്ടൊക്കെ ഉള്ളത്. ഇവർ വിചാരിക്കുന്നത് ഇതുപോലെയാണ് സ്വർഗത്തിൽ നിന്നാണ്. ഇവർ ഈ ലോകത്ത് വിചാരിക്കുന്നത് പോലെയുള്ള ഒരു കുത്തഴിഞ്ഞ ലൈംഗികതയൊക്കെയാണ് സ്വർഗത്തിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ രൂപത്തിലുള്ള സംസാരം നടത്തുന്നത്. ഏതുവരെ ചോദിച്ചാൽ ഞാൻ എൻ്റെ മുമ്പിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റും അത്തരത്തിലുള്ള ഒരു പരിഹാസവും വന്നു. എന്താ വെച്ചാൽ സ്വർഗത്തിൽ ചെറിയ കുട്ടികളെ ഭോഗിക്കാന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാനാകെ ഞെട്ടിപ്പോയി. ഇതെന്താ ചെറിയ കുട്ടികളെ ഭോഗിക്കാന്ന് സ്വർഗത്തിലോ? അപ്പം എന്താ സംഭവം? ഒരു ആയത്ത് കൊണ്ടുവരാൻ.
ആയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂറത്ത് ഇൻസാനിലുള്ള നമ്മളെല്ലാവരും സ്ഥിരമായി ഓതുന്ന ഒരു ആയത്തായിരിക്കും. വയതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅലുഅൻ മൻസൂറ. ഈ ആയത്ത് ചിലപ്പോൾ നമ്മൾ മിക്കവാറും ഓതിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ആയത്താണ്. അനശ്വര ജീവിതം നൽകപ്പെട്ട ചില കുട്ടികൾ അവർക്കിടയിൽ ചുറ്റി നടന്നുകൊണ്ടിരിക്കും, നീ അവരെ കണ്ടാൽ വിതറിയ മുത്തുകളാണെന്ന് വിചാരിക്കും. ഈ ആയത്ത് നമ്മളൊക്കെ ഓതിയിട്ടില്ലേ? ഈ ആയത്ത് ഓതിയപ്പോൾ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. വിശ്വാസികൾ, ഈ നാസ്തികരുടെ ഈ ഫിത്തനൊക്കെ മാറ്റി വെച്ചിട്ട് വിശ്വാസികളായ നമ്മൾ ഈ ആയത്ത് ഓതുമ്പോൾ എന്താ നമ്മളെ മനസ്സിൽ വരുന്നത്? സ്വർഗം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന കൺകുളിർമയുള്ള വിതറിയ മുത്തുകൾ അല്ലേ, ലുഅലുഅൻ മൻസൂറ എന്നുള്ള ആ ഖുർആന്റെ പദപ്രയോഗമൊക്കെ കൺകുളിർമയോടുകൂടി നമ്മുടെ ഒരു വീട്ടിൽ കുറെ കുട്ടികൾ ഇങ്ങനെ ഒരു തറവാട്ടിലൊക്കെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടാവും അല്ലേ, നമുക്കത് രസമാണ് അല്ലേ, ഒരു കൺകുളിർമയാണ്. അങ്ങനെയല്ലേ ഒരാൾ മനസ്സിലാക്കുക? നമ്മൾ ഈ ആയത്ത് ഓതിയപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന ഒരു സന്തോഷത്തിന്റെ, ഒരു ആഹ്ലാദത്തിന്റെ ഒരു ലോകം. ഈ ചങ്ങായിമാർ മനസ്സിലാക്കിയത് ചെറിയ കുട്ടികൾ ഓടിക്കളിക്കുന്നത് മറ്റേ പരിപാടിക്കാണെന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ചാൽ ഇവരുടെ മനസ്സിലുള്ള ചിന്തയിലാണ് ഇവർ പലതും വായിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്വർഗത്തിൽ ഇണകളുണ്ട്, സ്വർഗത്തിൽ കുട്ടികളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർ വേറെ ടൈപ്പാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ചിന്തയുടെ പ്രശ്നം കൂടിയാണെന്നുള്ളത് കൂടി അതിലെന്ത് ചെയ്യണം? ചേർത്ത് വായിക്കണം.